നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്നൊരു സാനിറ്റൈസർ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കിയാലോ. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വേണം, ഗ്ലിസറിൻ വേണം, ഹൈഡ്രജൻ പെറോക്സൈഡും പിന്നെ തിളപ്പിച്ചാർച്ച കുറച്ച് വെള്ളവും വേണം. 99% ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കെമിക്കൽസൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിത് ഓൺലൈൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് എനിക്കിവിടെ കെമിക്കൽസൊക്കെ വിൽക്കുന്ന കടയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇതൊരു 500 ml ആണ്. ഇതിൻ്റെ വില 353 രൂപയാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വേണം. ഞാനൊരു ഗ്ലാസിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. സ്റ്റീൽ പാത്രം ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും മതി. പിന്നെ ഒരു അളവ് പാത്രം വേണം. ഇതിപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. 68 രൂപയാണ് ഇതിന്. പിന്നെ നമുക്ക് ഇത് ഒഴിച്ചു വെക്കാനുള്ള സ്പ്രേ ബോട്ടിൽ വേണം. എനിക്കിപ്പോൾ കിട്ടിയത് ഇത്തിരി വലുതാണ് കിട്ടിയത്. ചെറുതൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ ഇപ്പോൾ കടകളിലൊക്കെ തീർന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് ബോട്ടിൽ അന്വേഷിച്ച സംഭവമൊക്കെ തീർന്നിരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ഇതില്ല എന്ന് വെച്ചാലും നമ്മുടെ വീട്ടിൽ പഴയതൊക്കെ കാണുമല്ലോ. പഴയ ഇതുപോലെ വന്നതിൻ്റെയും അതുപോലെ ഇതുപോലെയൊക്കെയുള്ള ബോട്ടിലുകൾ കാണും. അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതിയാവും. പിന്നെ ഈ ചെറിയ അളവുകളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ ചെറിയ പാത്രം, ഇതുപോലെ. ഇത് 5 ml, 2.5 ml, 10 ml ഒക്കെ ആയിട്ട് കണ്ടില്ലേ. ഇതുപോലെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇതും ഉപയോഗിക്കാം നമുക്ക് ചെറിയ അളവുകളൊക്കെ എടുക്കാൻ വേണ്ടി. നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം WHO സാനിറ്റൈസറിൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 1 ലിറ്റർ അളവിലാണെങ്കിൽ ഒരു 751. ഇപ്പോൾ ഈ 1 മില്ലി 2 മില്ലി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളതിവിടെ 750 ml വെച്ചെടുക്കുക. ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ 1 ലിറ്റർ ഉണ്ടാക്കുന്നതിന് 750 ml ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ഹൈഡ്രജൻ പെറോക്സൈഡ് 40 ml, ഗ്ലിസറിൻ 15 ml, ബാക്കി വെള്ളവുമാണ് വേണ്ടത്. അപ്പം നമുക്കിന്നിവിടെ ഒരു 1/2 ലിറ്റർ ഉണ്ടാക്കാം. ഈ 1/2 ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഐസോപ്രോപ്പൈൽ ആൽക്കഹോള് 375 ml വേണം. നമുക്കത് ഒഴിച്ചിടാം. ഇത് 125 ഇതിനിങ്ങനെ 3 തവണ എടുക്കാം നമുക്ക്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ ആവിയായിട്ട് പോകും കേട്ടോ. ഒരു കപ്പ് ഒഴിച്ചു. 2 എന്നുവെച്ചാൽ 125 വെച്ചാണ്. 125 വെച്ച് 3 തവണ ഒഴിച്ചിട്ടുണ്ട്. 3 തവണ ഒഴിക്കാൻ പോവാം. ഇത് 3ാമത്തെ. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കാം. ഇത് 3% ഹൈഡ്രജൻ പെറോക്സൈഡാണ്. അപ്പോൾ ഇത് ഒരു 1/2 ലിറ്ററിന് ചേർക്കേണ്ടത് 20 ml ആണ്. 20 ml ഞാൻ ഈ ഒരു പാത്രത്തിനാണ് അളന്നെടുക്കുന്നത്. ഇതിന് 2 പാത്രം. ഇതിന് 2 പാത്രമാണ് എടുക്കുന്നത്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 7 ml ആണ് ചേർക്കേണ്ടത്. ഗ്ലിസറോളാണിത്. 7 ml ആണ് ചേർക്കേണ്ടത്. അത് ഇതിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിനൊപ്പം ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലിസറിനും ഒഴിച്ചു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളം എന്ന് പറയുമ്പോൾ 500 ml തികയാൻ വേണ്ടിയുള്ള ബാക്കി വെള്ളം. അപ്പം മറ്റേ അളവുകൾക്ക് ശേഷമുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അതിന് ബാക്കി വരുന്നത് അതായത് ഒരു 98 ml, 100ൽ തൊട്ട് താഴെ അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിക്കുക. തിളപ്പിച്ചാർച്ച വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. കുപ്പി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി യോജിപ്പിക്കുക. നമ്മുടെ സാനിറ്റൈസർ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ബോട്ടിലേക്ക് മാറ്റാം. ഈ ബോട്ടിലേക്ക് മാറ്റാം. ഒന്നുകിൽ നേരിട്ടൊഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഫണൽ വെച്ചൊഴിക്കാം.
ചോർപ്പ്. ഞാനിത് മുഴുവൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇത് അടച്ച് വെക്കാം. ഇനിയിപ്പം നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നല്ല സ്മെല്ലിന് വേണ്ടി ഈ ആരോമ ഓയിലൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒഴിക്കാൻ കേട്ടോ. 1-2 തുള്ളി. നമ്മുടെ സാനിറ്റൈസർ റെഡിയായി. ഇതെങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണ്ടേ? കയ്യിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൈ രണ്ടും കൂട്ടി തിരുമ്മി, വിരലുകൾക്കിടയിൽ തിരുമ്മി, തള്ളവിരൽ കൈയുടെ പുറത്ത്, ഇവിടെ, പിന്നെ നഖത്തേൽ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇങ്ങനെ. അപ്പോൾ ഈ 99% ഉള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ടൊരു 20 സെക്കൻഡ് എടുത്ത് കൈ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വീടിന് പുറത്ത് പോകുമ്പോൾ, അതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് സോപ്പും വെള്ളവും കിട്ടാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഞാൻ സാനിറ്റൈസറിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഇനി എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.